الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل وسلم على محمد وعلى آل محمد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون السلام عليكم ورحمة الله وبركاته. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് യാസീൻ പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ പുതിയൊരു സൂറത്ത് തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. യാസീൻ്റെ തൊട്ട് മുകളിലുള്ള സൂറത്ത് ഫാത്തിർ, 35-ാമത്തെ സൂറത്ത്, 434 പേജ് നമ്പർ. യാസീൻ്റെ നേരെ മേലുള്ള സൂറത്ത് എടുത്തോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنا تؤفكون. സൂറത്ത് ഫാത്തിർ മക്കിയായ സൂറത്താണ്. മക്കയിൽ അവതരിച്ച സൂറത്ത്. മക്കി, മദനി എന്ന സൂറത്തുകളെ രണ്ടായിട്ട് തിരിക്കുന്നത് അതിൻ്റെ അവതരണ കാലവുമായി ബന്ധപ്പെട്ടാണ്. ശരിക്കു പറഞ്ഞാൽ മക്കയിൽ അവതരിച്ചത് എന്ന് പറയുന്നതിനേക്കാളും ശരി ഹിജ്റക്ക് മുമ്പ് അവതരിച്ചത്, ഹിജ്റക്ക് ശേഷം അവതരിച്ചത്. കാരണം ഹിജ്റക്ക് ശേഷം മദീനയിൽ അവതരിച്ച സൂറത്തുകളും മദനിയായിട്ടാണ് എണ്ണ. ചില സൂറത്തുകളിലെ ചില ഭാഗങ്ങളൊക്കെ മക്കയിൽ അവതരിച്ചിട്ടുണ്ട് ഹിജ്റക്ക് ശേഷം, നബി ഹജ്ജിന് വന്ന സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ മദനിയായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പോൾ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയത് മക്ക കാലത്തുള്ളത്, ഹിജ്റക്ക് ശേഷമുള്ളത് മദനി, മദീന കാലത്ത് ഇറങ്ങിയത്. അപ്പം അതിൻ്റെ ഒരു പ്രധാന വ്യത്യാസം എന്താ വെച്ചാൽ മക്കിയായ സൂറത്തുകളിൽ കൂടുതലും പരലോകവുമായിട്ട് ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങളെക്കുറിച്ച് അവർക്ക് അവർ നടപ്പാക്കിയ ശിക്ഷകളെക്കുറിച്ചുള്ള കാര്യങ്ങളും അപ്പോൾ ധിക്കരിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലുണ്ടാവുക. മദീന കാലഘട്ടത്തിലുള്ള സൂറത്തുകളിലും ആയത്തുകളിലുമാണ് ഇസ്ലാമികമായ വിധിവിലക്കുകൾ, അഹ്കാമുകൾ കൂടുതലുണ്ടാവുക. കാരണം മക്കയിലെത്തിയതിൻ്റെ ശേഷമാണ് അവരൊരു
ഇസ്ലാമിക സമൂഹമായിട്ട് സംഘടിതമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. ആ കാലത്താണ് നിയമങ്ങളൊക്കെ കൂടുതലും അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രതിപാദ്യത്തിൽ ആ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് മക്കിയായ സൂറത്തായതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെക്കുറിച്ച്, അത് സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതുകൊണ്ടുള്ള ഗുണം, അതിനെ ധിക്കരിച്ചാലുള്ള നഷ്ടം, അതുകൊണ്ട് ലഭിക്കാവുന്ന ശിക്ഷ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടാവും. ഇവിടെ സൂറത്ത് ആരംഭിക്കുന്നത് ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാ. ഹംദ് കൊണ്ട് ആരംഭിക്കുന്ന വേറെ സൂറത്തുകളുണ്ട്. ഒന്നാമത്തത് സൂറത്ത് ഫാത്തിഹയാണ്, അതുപോലെ സൂറത്ത് കഹ്ഫ്. അങ്ങനെ അൽഹംദ് കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ അവസാനത്തേതാണ് സൂറത്ത് ഫാത്തിർ. ഹംദ് നമുക്കറിയാം, സ്തുതി. അൽഹംദു പറഞ്ഞ എല്ലാ സ്തുതിയും, മുഴുവൻ സ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ഹംദ് കൊണ്ട് ആരംഭിക്കുന്ന സ്ഥലങ്ങളിൽ ആ ഹംദിന് അള്ളാഹുവിനെ അർഹനാക്കിയ അള്ളാഹുവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഒരു ശൈലി ഖുർആനിനുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്ത് ഫാത്തിഹ ആരംഭിക്കുമ്പോൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. അള്ളാഹു എല്ലാ ലോകങ്ങളുടെയും റബ്ബാണ് എന്നത് അള്ളാഹു സ്തുതിക്കപ്പെടാൻ മതിയായ കാരണമാണ്. ആ സ്തുതികൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമായിരിക്കേണ്ടതിൻ്റെ ന്യായം അതാണ്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും കാണാം. സൂറത്ത് കഹ്ഫിൽ ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ച് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി അൻസലൽ കിതാബ അലാ അബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അള്ളാഹുവാണ് ഖുർആൻ അവതരിപ്പിച്ചു തന്നത് എന്നുള്ളത്. ഇവിടെ അള്ളാഹു അങ്ങനെ അള്ളാഹുവിൻ്റെ രണ്ട് സിഫത്തുകളെ, അള്ളാഹുവിൻ്റേത് മാത്രമായ രണ്ട് പ്രവർത്തനങ്ങളെ ആണ് ഇതിൻ്റെ തുടർന്ന് പറയുന്നത്. ഫാത്വിരി സമാവാത്ത്. ഫാത്വിർ എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്നുള്ള അർത്ഥം തന്നെയാണ്, സൃഷ്ടിക്കുന്നവൻ, ഇല്ലാത്ത ഒന്നിനെ പുതുതായി സൃഷ്ടിക്കുന്നവൻ. ഫത്വറ എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടിച്ചു, ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി എന്നാണ്. ഈ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു കിണർ കുഴിച്ചുണ്ടാക്കി, അതിന് പറയാം ഫത്വറ എന്നാണ്. ഇല്ലാത്ത ഒന്നുണ്ടാക്കുക. അപ്പോൾ അള്ളാഹു ഫാത്വിരി സമാവാത്ത്, ആകാശങ്ങളെ ഉണ്ടാക്കിയവൻ, സൃഷ്ടിച്ചവൻ. സമാഇൻ്റെ ജംആണ് സമാവാത്ത്. വൽ അർദ്, അതുപോലെ ഭൂമിയെയും. അപ്പം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പം എല്ലാ സ്തുതിയും അർഹിക്കുന്നവനാണ് അള്ളാഹു. കാരണം അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചവൻ. പിന്നെ പറഞ്ഞ ജാഇലിൽ മലായികത്തി റുസുല. ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, ജാഇൽ ആക്കുന്നവൻ. ജാഇലിൽ മലായികത്തി, മലക്കുകളെ ആക്കിയവൻ. എന്താക്കി? റുസുലൻ, ദൂതന്മാരാക്കി. റസൂൽ എന്നുള്ളതിൻ്റെ ജംആണ് റുസുൽ. അപ്പോൾ മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹു മലക്കുകളെ പല കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ കാര്യം നടപ്പാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തും. അള്ളാഹ്ക്ക് നേരിട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടല്ല, അത് അള്ളാഹുവിൻ്റെ ചില നടപടിക്രമങ്ങളാണ്. അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് മലക്കുകൾക്ക് പ്രത്യേകം ചുമതലകൾ. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ നേതാവ്. പ്രവാചകന്മാർക്ക് വഹി എത്തിക്കുക എന്നുള്ളതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി. അതുപോലെ ചിലതൊക്കെ ഹദീസുകളിൽ വന്നതുണ്ട്. കാറ്റിനെയും മഴയൊക്കെ നിയന്ത്രിക്കുക അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട പോലെ നടപ്പാക്കുക. അത് മീകായിൽ എന്ന മലക്കിൻ്റെ ജോലിയാണ്. അതുപോലെ മലക്കുൽ മൗത്ത്, റൂഹിനെ പിടിക്കുന്ന മലക്ക്, അതൊരു മലക്കല്ല. അതുപോലെ സൂറിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫീൽ. മലക്കുൽ മൗത്താണ് നമ്മൾ നാട്ടിലൊക്കെ അസ്രായിൽ എന്ന് പറയാറുണ്ട്. അസ്രായിൽ എന്ന പേര് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. മലക്കുൽ മൗത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ മുൻകർ നക്കീർ, ഖബറിൽ വന്ന് ചോദ്യം ചെയ്യുന്ന മലക്കുകൾ. മാലിക്, നരകത്തിൻ്റെ കാവൽക്കാരൻ, ആ കാവൽക്കാരുടെ നേതാവ്. റിദ്വാൻ, സ്വർഗത്തിൻ്റെ കാവൽക്കാരുടെ നേതാവ്. പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് റഖീബ് അതീദ്.
റഖീബ് അതീദ് എന്നുള്ള രണ്ട് മലക്കുകളുടെ പേരല്ല, മറിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സ്വഭാവമായി അവരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞ രണ്ട് വിശേഷണങ്ങളാണ്. റഖീബ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്ന, അതീദ് തയ്യാറായി ഇരിക്കുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട അതിന് തയ്യാറായിരിക്കുന്ന മലക്കുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം, ഉദ്ദേശം. അല്ലാണ്ട് രണ്ട് മലക്കിൻ്റെ പേരായിട്ടല്ല. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മനുഷ്യൻ്റെ കൂടെ ഓരോ മലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഹഫളത്തിൻ്റെ മലക്കുകളുണ്ട്, സത്യവിശ്വാസികളെ പ്രത്യേകം സംരക്ഷിക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെ ദിക്റിൻ്റെ മജ്ലിസുകൾ തിരഞ്ഞു നടക്കുന്ന മലക്കുകൾ, അല്ലേ? അങ്ങനെ പല മലക്കുകൾക്ക് പലതരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മലക്കുകളുടെ പദവിയിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ സാമീപ്യമുള്ള, വിശ്വസ്തനായ, കവിയായ എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞു. പിന്നെ അവരുടെ സ്വഭാവം, അവർ ലാ യഅസൂന അള്ളാഹുവിനെ അനുസരണക്കേട് പ്രവർത്തിക്കൂല, അതവർക്ക് കഴിയില്ല. അങ്ങനെ ആ പ്രകൃതിയോട് കൂടിയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചുള്ളത്. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യം അതുപോലെ തന്നെ നിർവഹിക്കുന്നവരാണ്. മലക്കുകൾ എണ്ണം എത്രയായിരിക്കും നമുക്കൊരു നിലക്കും കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു ആധിക്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഹദീസിൽ വന്നിട്ടുണ്ട്. ബൈത്തുൽ മഅ്മൂർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് കാബയുടെ പോലെ 7-ാം ആകാശത്തിൻ്റെ മുകളിൽ ഒരു പള്ളി, അള്ളാഹുവിനെ ആരാധിക്കാനുള്ളൊരു സ്ഥലം. അവിടെ ആരാണ് വരുന്നത്? മലക്കുകളാണ് വരുന്നത്. ഒരു ദിവസം 70,000 മലക്കുകൾ വരും. അവർ പിന്നെ അങ്ങോട്ട് വരില്ല എന്നാണ്. പിറ്റേ ദിവസം വേറെ പുതിയ 70,000 മലക്കുകൾ വരും. അങ്ങനെ ഓരോ ദിവസവും, ഇപ്പോൾ എത്ര ദിവസം നമ്മളിലൊരു കണക്കുമില്ല, അത്രയധികം മലക്കുകളുണ്ട്. അതിൻ്റെ എണ്ണം നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സൂചനകൾ മലക്കുകളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഖുർആനിൽ വന്നിട്ടുണ്ട്. മതത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. എന്നാൽ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ മലക്കിനൊക്കെ നിഷേധിക്കുന്ന ആൾക്കാർ, മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ മലക്കുകളെയും ജിന്നുകളെയൊക്കെ നിഷേധിക്കുന്ന ആളുകളും ഉണ്ട്. ഖുർആൻ ഇത്ര വ്യക്തമായി പല രീതിയിൽ പരാമർശിച്ചിട്ടുള്ളതാണ് മലക്കുകളെക്കുറിച്ച്. അവയെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. മലക്കിൻ്റെ രൂപം എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ അതിലേക്കുള്ളൊരു സൂചന ഇവിടെ ഉണ്ട്. എന്താണോ ഖുർആനിലും ഹദീസിലും വന്നത് അത്ര നമുക്കതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇവിടെ അല്ലാഹു പറയുന്നത് മലക്കുകളെക്കുറിച്ച് പറഞ്ഞു, അവരെ ദൂതന്മാരാക്കി എന്ന് പറഞ്ഞു. പിന്നെ ആ മലക്കുകളുടെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞു, ഉലി അജ്നിഹത്തിൻ, ചിറകുകൾ ഉള്ള. ജനാഹ് എന്ന് പറഞ്ഞാൽ ചിറക്, അതിൻ്റെ ബഹുവചനമാണ് അജ്നിഹത്ത്. അപ്പോൾ മലക്കുകൾക്ക് ചിറകുണ്ട്. അത് ഖുർആൻ കൊണ്ട് സ്ഥാപിച്ച ഈ ആയത്തിൽ അത് വളരെ വ്യക്തമാണ്. എത്ര ചിറക? മസ്ന, ഈ 2 ചിറക്. വസുലാസ, 3 ചിറക്. വറുബാ, 4 വീതം ചിറക്. ഇങ്ങനെയൊക്കെ ഉണ്ട് മലക്കുകൾ. 2 ചിറകുള്ള മലക്കുകൾ, 3 ചിറകുള്ള മലക്കുകൾ, 4 ചിറകുള്ള മലക്കുകൾ. പിന്നെ അള്ളാഹു പറഞ്ഞു യസീദു ഫിൽ ഖൽഖി, അവൻ അള്ളാഹു വർദ്ധിപ്പിക്കുന്നു, സൃഷ്ടിപ്പിൽ വർദ്ധിപ്പിക്കുന്നു. മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 വരെ പറഞ്ഞു, 4-ലധികവും ചിറകുള്ള മലക്കുകൾ ഉണ്ട് എന്നതൊന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല ജിബ്രീൽ അലൈഹി സ്വലാമിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട് 600 ചിറകുകളുണ്ട്. മലക്കുകളെ നമുക്ക് അതേ രൂപത്തിൽ കാണാൻ, മലക്കിൻ്റെ സാക്ഷാൽ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മലക്കുകൾക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റു രൂപങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് മനുഷ്യരൂപം സ്വീകരിക്കാൻ സാധിക്കും. അത് ഖുർആൻ കൊണ്ട് വ്യക്തമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ അതിഥികൾ വന്നു. അപ്പോൾ സാധാരണ മനുഷ്യന്മാരെ പോലെയാണ് വന്നത്. അവർക്ക് ഇബ്രാഹിം നബി ഒരു മൂരിക്കുട്ടിനടുത്ത് പൊരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവർ കഴിക്കുന്നില്ല. ഇബ്രാഹിം നബിക്ക് കുറച്ചൊരു ഒരു ബേജാറ് തോന്നിയപ്പോൾ അവർ പറഞ്ഞു, ബേജാറാണ്ട, ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ് എന്ന് പറഞ്ഞു. ലൂത്ത് നബിയുടെ അടുക്ക പോയി. നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് വന്നത്. ആ ദുർവൃത്തരായ ജനത അവരെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചു.
ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് പ്രയാസമായി, അതിഥികൾ അവർ മാനം കെടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ബേജാറാകണ്ട, അവർക്ക് ഞങ്ങളെ സമീപിക്കാൻ സാധിക്കുകയില്ല, ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. അവിടെയൊക്കെ മനുഷ്യരൂപത്തിലാണ് വരുന്നത്. മറിയം ബീവിൻ്റെ അടുക്കൽ വന്നു. മറിയം ബീവി ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ബേജാറായി, നീ പിന്നെ അള്ളാഹുവിന് സൂക്ഷ്മതയുള്ളവനെ അകന്നു പോകുന്നു പറഞ്ഞു. അപ്പോൾ വന്ന കാര്യം പറഞ്ഞു, അള്ളാഹു സന്തോഷ വാർത്തയായിട്ട് അറിയിച്ചതാണ്, ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ മനുഷ്യരൂപത്തിൽ വന്നു. പിന്നെ ഹദീസുകളിൽ കാണാം, സാധാരണക്കാരായ ആൾക്കാരുടെ അടുത്ത് തന്നെ അള്ളാഹു ഒരു പരീക്ഷണം എന്ന നിലക്ക് മലക്കുകൾ അയച്ചത്. ഹദീസിൽ വന്നിട്ടുണ്ട് ബനൂ ഇസ്രായേൽ സമുദായത്തിൻ്റെ ചില സംഭവങ്ങൾ. അതിൽ 3 ആളുകളെ പരീക്ഷിച്ചത്, അന്ധനെ, കഷണ്ടിക്കാരനെ, പാണ്ഡുരോഗിയെ. ഇവരൊക്കെ അടുത്ത് മനുഷ്യരൂപത്തിലാണ് വന്നത്. ആദ്യം വന്നു, അവർ ചോദിച്ചതൊക്കെ കൊടുത്തു. അവർ എന്താ ആഗ്രഹം ചോദിച്ചപ്പോൾ അവർ ചില ആഗ്രഹങ്ങൾ പറഞ്ഞു, അത് നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവർക്ക് കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, അവരോട് അവർക്കുള്ളതിൽ നിന്ന് സഹായം ചോദിച്ചു. ഇതൊക്കെ എൻ്റെ യോഗ്യത കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, തരാൻ പറ്റില്ല എന്ന് 2 ആൾ പറഞ്ഞു. എന്നാൽ പഴയ പോലെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയായി ഒരാൾ, എനിക്ക് അള്ളാഹു തന്നതാണ്, നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിനക്ക് നിലനിർത്തി തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ വന്നത് മനുഷ്യരൂപത്തിലാണ്. സ്വഹാബത്ത് കണ്ടിട്ടുണ്ട്. സ്വഹാബത്ത് കണ്ട സംഭവങ്ങളുടെ ഹദീസ് ജിബിരിയിൽ എന്ന് പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ടല്ലോ. അതായത് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്ന. അതിൽ ഒരു മനുഷ്യൻ വന്നു, നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ട്, പിന്നെ യാത്രയുടെ അടയാളങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ അവർക്കൊന്നും പരിചയമില്ലാത്ത, ആ നാട്ടിലില്ലാത്ത ഒരാൾ വന്നു. നബിയുടെ അടുക്കൽ വന്ന് നബിയുടെ കാൽമുട്ടിനോട് കാൽമുട്ട് ചേർത്ത് വെച്ച് നബിയുടെ തുടയിൽ ഇങ്ങനെ കൈവച്ചിട്ടിരുന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, മൽ ഈമാൻ, എന്താണ് ഈമാൻ? അപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, മൽ ഇസ്ലാം, മൽ ഇഹ്സാൻ. പിന്നെ അവസാനം സാത്തിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കുന്നു. അതെപ്പോഴാന്ന് ചോദിച്ച ആൾക്ക് അത്ര തന്നെ ചോദിക്കപ്പെട്ട ആൾക്കും അറിയുള്ളൂ എന്ന് പറയുന്നു. അടയാളങ്ങൾ ചോദിക്കും, ചിലത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആൾ മടങ്ങിപ്പോയി. ഉമർ ഖത്താബ് സദസ്സിലുണ്ട്. നബി ഉമർ ഖത്താബിനോട് ചോദിച്ചാൽ ആരാന്നറിയോ? ഇല്ല, അത് ജിബീരിലാണ്, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ ജിബീരിൽ വന്നത് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ടു. വേറൊരു ഹദീസിലുണ്ട്, നബി ഇങ്ങനെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തോ കാര്യം ചോദിക്കാൻ വേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ ഒരാളായിട്ട് സംസാരിച്ച് നിൽക്കുന്നു, കുറേ നേരം സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ ആ ആൾ പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ നേരമായി നബിയെ കാത്തിക്കുന്നു. അപ്പോൾ നീ അയാളെ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു പറഞ്ഞു. അതാരാന്നറിയില്ല, അത് ജിബിരിയിലാണെന്ന്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ മനുഷ്യരൂപത്തിൽ അവർക്ക് വരാൻ പറ്റും. അപ്പോൾ മനുഷ്യരൂപത്തിൽ വന്നാൽ നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ? ഒരു മനുഷ്യനെ മനസ്സിലാവുള്ളൂ. നബിമാർക്ക് പോലും എന്തായിട്ടില്ല, ആദ്യം മനസ്സിലായിട്ടില്ല. ഇബ്രാഹിം നബിക്ക് ആദ്യം മനസ്സിലായില്ല, അതുകൊണ്ടാണ് മൂരിക്കൂട്ടിനെ അടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മലക്കുകളുടെ അവസ്ഥ. അവരുടെ ശരിയായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല സാധാരണ നിലക്ക്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടു. ആ 2 പ്രാവശ്യവും കണ്ടിട്ട് ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. ഒന്ന്, പിന്നെ ഹിറാ ഗുഹയിൽ ആദ്യം വന്നപ്പോൾ മനുഷ്യരൂപത്തിലാണ് വന്നത്, ഓതാൻ പറഞ്ഞതും കെട്ടിപ്പിടിച്ചതൊക്കെ. എന്നിട്ട് നബി പരിഭ്രാന്തനായിട്ട് ഗുഹയിൽ നിന്ന് പോകുമ്പോൾ ചക്രവാളത്തിൽ ഇങ്ങനെ ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഒരു പീഠത്തിലിരിക്കുന്ന രീതിയിൽ പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. 600 ചിറകുകളോടുകൂടി കണ്ടു. നബിക്ക് ബേജാറായി, പേടിയായി. പിന്നുള്ളത് എപ്പോഴാണ്? ഇസ്രാ മിഅ്റാജിൽ. ഇസ്രായിന് വേണ്ടി നബിയെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് മനുഷ്യരൂപത്തിലാണ്, ബുറാക്കുമായിട്ട് വന്നിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച്, 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് അവിടെ ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഫദന ഫദല്ല, നബിയോട് അടുത്തു എന്നൊക്കെ പറയാം. നമുക്കറിഞ്ഞൂടാ 2 സൈഡിലൊന്നുമില്ല, 3 ഉള്ളൂ. അതെവിടെയാണ് എങ്ങനെയാണ് അല്ലാഹു ആലം. ആ ചിറക് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ പല രൂപം വന്നിട്ടുണ്ടാവും. അതൊന്നുമല്ല നമ്മളെ മനസ്സിൽ ചിറക് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഈ മാലാക എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊരു ചിത്രം വരയ്ക്കലുണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിക്ക് വരും. അതുമായിട്ടൊന്നൊരു ബന്ധമല്ല, നമുക്ക് അറിഞ്ഞുകൂടാ. അത്ര നമുക്ക് അതിൽ പറയാൻ പറ്റുള്ളൂ. എന്ത് പറയാം, ചിറകുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞുകൊണ്ട് ചിറകുണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 600 വരെ ഉണ്ട്. അതൊക്കെ പറഞ്ഞത് അത്ര, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ഭാവന ഇങ്ങനെ ഇല്ല. ശക്തി പറഞ്ഞിട്ടുണ്ട്. വേറൊരു പിന്നെ ഒരു മലക്കിൻ്റെ ചിറക് കൊണ്ട് ഒരു മല മറിച്ചിടാൻ സാധിക്കും എന്നൊക്കെയുള്ള ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ
വഴിയിൽ അവർ കല്ലെറിഞ്ഞോടിച്ച് ആ മുന്തിരിത്തോട്ടത്തിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞത് എന്താ, ഈ 2 മലകളെടുത്ത് അവരുടെ മേലെ ഇടാൻ അള്ളാഹു കൽപ്പന തന്നിട്ട് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതവർക്ക് സാധിക്കും എന്നർത്ഥം. അത്ര ശക്തിയുള്ള മലക്കുകളുണ്ട് എന്നർത്ഥം. അപ്പോൾ യസീദു ഫിൽ ഖൽഖി മാ യശാഉ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വർദ്ധിപ്പിക്കുന്നു. എന്തിൽ? സൃഷ്ടിപ്പിൽ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമല്ല അത് ബാധകം. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചിറകുകൾ 4-ലധികം അള്ളാഹു കണക്കാക്കിയ വിധമൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു പൊതുവായ പ്രസ്താവനയാണ്. വേറെ സ്ഥലത്ത് പിന്നെ വേറെ സൂറത്തിലായത് നിലത്തഴഞ്ഞ് നടക്കുന്ന ജീവികൾ, 2 കാലുള്ള ജീവികൾ, 4 കാലുള്ള ജീവികളൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു അവിടെയും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പല രീതിയിൽ ഈ പറഞ്ഞതല്ലാത്ത നമുക്ക് അറിഞ്ഞുകൂടാത്ത പല രീതിയിലുള്ള സൃഷ്ടിപ്പുകൾ അള്ളാഹു ഉണ്ട്. പിന്നെ ഇപ്പം തന്നെ അല്ലേ പുതിയ പുതിയ സ്പീഷീസുകളെ കണ്ടെത്തുന്നു, പുതിയ ജീവികൾ, ഇതുവരെ ഇല്ലാത്ത ജീവികളെ കണ്ടെത്തുന്നു. ഇവിടുന്ന് അള്ളാഹു പുതിയനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ അധികരിപ്പിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇതിനൊക്കെ ഉള്ള ഉത്തരവാണ്. അതാ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അലാ കുല്ലി ഷൈഇൻ, അത് പറ്റുമോ ഇത് പറ്റുമോ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ സംഗതികൾക്കും അള്ളാഹു കഴിവുള്ളവനാകുന്നു. മാ യഫ്തഹില്ലാഹു, മാ ഇവിടെ നിഷേധാർത്ഥത്തിലല്ല, എന്ത് എന്നുള്ള അർത്ഥത്തിലാണ്. യഫ്തഹ് തുറക്കുന്നു, ഫതഹ അതിൻ്റെ ഫതഹ യഫ്തഹു. അള്ളാഹു എന്തൊന്നിനെ തുറക്കുന്നു, ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി, മിർ റഹ്മത്തിൻ റഹ്മത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന്. അപ്പോൾ അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് മനുഷ്യർക്ക് എന്തൊന്ന് തുറന്നു കൊടുക്കുന്നുവോ, ഫല അപ്പോളില്ല, മുംസിക്ക ലഹ, മുംസിക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്നവൻ, അംസക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു, അതിൻ്റെ ഫായിലാണ് മുംസിക്. മുംസക്കായാലും മഫ്ഊലായി, പിടിച്ചു വെക്കപ്പെടുന്നത് എന്നായി. അപ്പോൾ അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് മനുഷ്യർക്ക് എന്തൊന്ന് തുറന്നു കൊടുക്കുന്നുവോ, ഫല മുംസിക ലഹ, അപ്പോൾ അതിനെ പിടിച്ചു വെക്കുന്നവനായി ആരുമില്ല. വമാ യുംസിക്, ഇനി എന്താണോ അള്ളാഹു പിടിച്ചു വെക്കുന്നത്, ഫല മുർസില ലഹു, അതിന് ഒരു മുർസിൽ ഇല്ല. മുർസിൽ എന്ന് പറഞ്ഞാൽ അയക്കുന്നവൻ, അർസല എന്ന് പറഞ്ഞാൽ അയച്ചു, അതിൻ്റെ ഫായിലാണ് മുർസിൽ. മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവൻ. അതാണ് നബിമാരെ കുറിച്ച് മുർസൽ എന്ന് പറയുന്നത്, അയക്കപ്പെട്ട ആൾ. റസൂൽ എന്നുള്ളതിൻ്റെ വേറെ വാക്ക് മുർസൽ. ഇവിടെ മുർസിൽ, അയക്കുന്നവൻ. അപ്പം അള്ളാഹു ഒരു അനുഗ്രഹത്തെ പിടിച്ചു വച്ച് കഴിഞ്ഞാൽ ഫല മുർസില ലഹു, അതിനെ വിട്ടയക്കുന്നവനായി ആരുമില്ല, മിൻ ബഅദിഹി, അതിന് ശേഷം അല്ലെങ്കിൽ അവനു ശേഷം. അള്ളാഹു അതിലൊരു തീരുമാനം എടുത്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പറയല്ലേ എൻ്റെ മുരീദാരും, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അള്ളാഹു തടഞ്ഞത് തന്നെ, പിന്നെ അതാർക്കും വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം പറയുന്നത് ദിക്റാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തന്നാൽ തടയുന്നവനോ നീ തടഞ്ഞാൽ തരുന്നവനോ ആയി ആരുമില്ല. ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ഖദറിലുള്ള ഈ വിശ്വാസം. ഇതുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നിരാശ ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, ബേജാറുണ്ടാവില്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. നമ്മളെ തവക്കുൽ എങ്ങനെ? നമ്മൾ ആദ്യം ബേജാറാവും, എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പല പണികളും നോക്കും. ഒന്നും നടക്കാണ്ടാവുമ്പോൾ നമ്മൾ പറയും എന്താ ഇപ്പം ചെയ്യുക, അല്ലാഹുവിൽ തവക്കുൽ. അതല്ല തവക്കുൽ. തവക്കുൽ ഉണ്ടാകേണ്ടത് ആദ്യമാണ്. എന്ത് സംഭവിച്ചാലും പടച്ചോൻ എന്താ തീരുമാനിച്ചത് പോലെ നടക്കും, എനിക്ക് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുക, ബാക്കി റബ്ബിനെ ഏൽപ്പിക്കുക. റബ്ബ് എന്താണോ തീരുമാനിച്ചത് നടക്കട്ടെ. പിന്നെ ബേജാറിൻ്റെ ആവശ്യമില്ല, കാരണം ഏൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലത്ത് ഏൽപ്പിച്ചു. ഏൽപ്പിക്കാൻ പറ്റുന്ന, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാപ്തിയുള്ള ആളെ നമ്മൾ കാര്യം ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ ബേജാറാണെന്തിനാ? പിന്നെ ബേജാറാണെന്നതിൻ്റെ അർത്ഥം തവക്കുൽ ശരിയായിട്ടില്ല എന്നാണ്. അള്ളാഹുവിൽ ആ കാര്യത്തിൽ നമുക്ക് വേണ്ട പോലെ ഒരു പ്രതീക്ഷയല്ല, അവലംബമാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ ശരിക്കും തവക്കുലുള്ള മനുഷ്യന്മാർക്ക് എന്തുണ്ടാവില്ല? ഒരു ബേജാറും ഉണ്ടാവില്ല. ബേജാറായതുകൊണ്ട് വല്ലതും നേടാൻ പറ്റുമോ? ബേജാറായതുകൊണ്ടൊന്നും നേടാൻ പറ്റില്ല. അള്ളാഹു എന്താ കണക്കാക്കിയിട്ടുള്ളത് അത് സംഭവിക്കും. അള്ളാഹു നമുക്ക് കണക്കാക്കിയത് നമുക്ക് തന്നെ കിട്ടും, അത് വേറെ ആർക്കും കിട്ടൂല. അള്ളാഹു നമുക്ക് കണക്കാക്കാത്തത് നമ്മളെങ്ങനെ തലകൂത്തി നിന്നാലും എന്തൊക്കെ ചെയ്താലും നമുക്കൊട്ട് കിട്ടുകയുമില്ല.
അത്ര ഉറപ്പുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ നമ്മളതിനെ ബേജാറാണത്. കിട്ടിയില്ലെങ്കിൽ ഇതിനെ നിരാശപ്പെടുന്നത്, വേറുള്ളവന് കിട്ടിയതിനെ നമ്മൾ ബേജാറാണത്, നമുക്ക് അസൂയ തോന്നുന്നത്. അല്ല കൊടുത്തതാണ്, അല്ല അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അയാൾക്കേ കൊടുക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റബ്ബിനോട് ചോദിച്ചു നോക്കുക, നമുക്കുള്ളതാണെങ്കിൽ നമുക്കും കിട്ടും. അതിനെന്താ പണിയെടുക്കേണ്ടത്, നമ്മളെടുക്കുക. അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ പണിക്ക് അള്ളാഹു ഫലം തരും. പണിയെടുക്കേണ്ടത് നമ്മളാണ്. തരണോ തരണ്ടെന്നുള്ള അള്ളാഹുവിൻ്റെ കതിറിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ട്, പരലോകത്തുക്കും അത് നമുക്ക് നല്ല അവലംബമാണ്. അപ്പോൾ ഇവിടെ പറയണത് അള്ളാഹു തരാൻ തീരുമാനിച്ച കാരുണ്യം ചെയ്ത് ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റില്ല. അള്ളാഹു ഒരു കാരുണ്യത്തെ തടഞ്ഞു വെച്ചാൽ ആർക്കും തരാനും പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു സ്തുതിക്കപ്പെടാൻ ആകാശഭൂമികളെ പടച്ചവൻ, മലക്കുകളെ സൃഷ്ടിച്ച് അവക്ക് വ്യത്യസ്തമായ ചുമതലകൾ നൽകി ദൂതന്മാരായി നിശ്ചയിച്ചവൻ, അതിനപ്പുറത്ത് അവൻ്റെ ഇച്ഛയനുസരിച്ച് സൃഷ്ടിപ്പിൽ എന്ത് വർധനവും വരുത്താൻ സാധിക്കുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ, അവൻ്റെ അടുക്കലാണ് എല്ലാ കാരുണ്യങ്ങളുടെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും നിയന്ത്രണമുള്ളത്. അള്ളാഹു തന്നാൽ കിട്ടും, ആർക്കും തടയാൻ പറ്റില്ല. അള്ളാഹു തടഞ്ഞു വെച്ചാൽ ആർക്കും തരാനും പറ്റില്ല. അങ്ങനെയുള്ള അള്ളാഹു ആകുന്നു എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ. അങ്ങനെയുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ പിന്നെ നമ്മളെ ആവശ്യങ്ങൾക്ക് അവനോടല്ലാതെ വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമല്ല, പ്രയോജനമല്ല എന്ന് മനസ്സിലാവും. വഹുവൽ അസീസുൽ ഹക്കീം, നിശ്ചയമായും അവൻ അസീസും ഹക്കീമുമാണ്. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപവാൻ, ഹക്കീം യുക്തിമാൻ, യുക്തിജ്ഞൻ. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ യുക്തിയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് അള്ളാഹു. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉദ്കുറു, നിങ്ങൾ, ദഖറ എന്ന് പറഞ്ഞാൽ സ്മരിച്ചു, ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക, ഓർക്കുക, നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് മേലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്. നമുക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾക്കൊരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും എണ്ണി കണക്കാക്കാൻ സാധിക്കുകയില്ല. ഇപ്പം പലരും നമ്മളിങ്ങനെ എന്താ കാര്യം ചെയ്യുന്നത് അല്ലേ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോണു. അല്ലെങ്കിൽ നമുക്കൊക്കെ ഇപ്പം എന്ത് നിയമത്താണുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിയമത്ത് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കാത്തതാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സങ്കീർണത, എന്തെങ്കിലും ചെറിയൊരു മാറ്റം വന്നാൽ മതി, ഇപ്പോൾ ഈ ഉള്ള ഉഷാറൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ ബാലൻസ് ഒന്ന് തെറ്റിയാൽ നമ്മുടെ ഓർമ്മയെ, ബുദ്ധിയെ, മാനസികാവസ്ഥയൊക്കെ അത് ബാധിക്കും, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ. അപ്പോൾ അതൊക്കെ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാതെ, നമ്മുടെ ഒരു ഇടപെടലും ആവശ്യമില്ലാതെ അതൊക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ കാഴ്ച, കേൾവി ഒക്കെ. അതിന് പുറമെ നമ്മളിവിടെ നമ്മളേറ്റവും വലിയ നിഅമത്ത് പറഞ്ഞാൽ ഹിദായത്താണ്. അല്ലാഹു നമ്മളെ ഹിദായത്തിലാക്കിയതിനേക്കാൾ വലിയൊരു നിഅമത്തില്ല. അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഉപജീവനം, റിസ്ക് അല്ലാഹു പല വഴിക്ക് തരുന്നു. നമ്മുടെ ജീവിക്കുന്ന ഇപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യുദ്ധം നടക്കുന്ന അല്ലേ, ബോംബ് വീണുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, അവരെ അപേക്ഷിച്ച് നമ്മളത്ര നിയമത്തിൽ അങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിയമത്തുകൾക്ക് നമുക്ക് കണക്കാക്കാൻ തന്നെ സാധിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യരെ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുവിൻ. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി. ഗൈർ എന്ന് പറഞ്ഞാൽ കൂടാതെ, അല്ലെങ്കിൽ എക്സെപ്റ്റ് എന്നുള്ള അർത്ഥമാണ്. മുസ്ലിം, ഗൈർ മുസ്ലിം അല്ലേ, കുവൈത്തി, ഗൈർ കുവൈത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതല്ലാത്തത്. അപ്പോൾ ഗൈറുല്ലാഹി, അള്ളാഹു അല്ലാതെ, ഹൽ ഉണ്ടോ, ബിൻ ഖാലിഖിൻ ഏതെങ്കിലും ഒരു ഖാലിഖ്, ഒരു സ്രഷ്ടാവുണ്ടോ, യർസുഖുക്കും അവൻ നിങ്ങൾക്ക് റിസ്ക് തരുന്നു. റിസ്ക് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഉപജീവനം, ജീവിക്കാൻ ആവശ്യമുള്ള എന്തൊക്കെ അനുഗ്രഹങ്ങളോ അതൊക്കെ അതിൽ പെടും. ഇവിടെ അല്ലാഹു പ്രത്യേകിച്ചും ഭക്ഷണത്തെക്കുറിച്ച്, മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന അള്ളാഹു അല്ലാത്ത വേറെ വല്ല ഖാലിഖും, വേറെ വല്ല സ്രഷ്ടാവും ഉണ്ടോ? നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു അനുഗ്രഹം അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ തന്നിട്ടാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ.
അപ്പോൾ ഈ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം തരിക എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം നേർക്കുനേരം നമുക്ക് ഭക്ഷണം ഇറക്കി തരുന്നൊന്നുമില്ല. അത് ബനു ഇസ്രായേലുകൾക്ക് ഇടക്ക് ഒരു പ്രത്യേക സമയത്ത് മഞ്ഞ സെൽവിയൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കെങ്ങനെ ആകാശത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ടാണ് ഇവിടെ കൃഷി ഉണ്ടാകുന്നത്, എന്നിട്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. അതുപോലെ സൂര്യപ്രകാശം കൊണ്ടാണ് ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റെല്ലാ ഇവിടെയുള്ള ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആകാശത്തു നിന്നും അതുപോലെ ഭൂമിയിൽ നിന്നാണ് മണ്ണിൽ അതിൻ്റെ ആവശ്യമുള്ള ധാതു ലവണങ്ങളൊക്കെ ഉണ്ട്, വളങ്ങളുണ്ട്. അതിൽ നിന്ന് മുളച്ചുണ്ടായിട്ടും അവിടെ വളർന്നിട്ടൊക്കെയാണ് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു. എന്നാൽ അതുപോലെ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവനായി, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി വേറൊരു ഖാലിഖുണ്ടോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുക, മനുഷ്യരോട് പൊതുവായിട്ട് ചോദിക്കുക. എന്നിട്ട് അള്ളാഹു തന്നെ പറയില്ല ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല. ആദ്യം പറഞ്ഞത് ഖാലിഖിനെ കുറിച്ചാണ്. വേറൊരു ഖാലിഖുണ്ടോ എന്ന് വെച്ചു, വേറെ സൃഷ്ടിച്ചവനായി ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് പിന്നെ പറയണില്ല ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. അപ്പോൾ ഇലാഹാണെങ്കിൽ എന്ത് വേണം? ഖാലിഖാണ്, സ്രഷ്ടാവിനാണ് ആരാധിക്കപ്പെടാനുള്ള അർഹത. അതുകൊണ്ടാണ് ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പന യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, ഓ മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കുക. വേറൊരുപാട് സ്ഥലത്ത് അതുപോലെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹിന അതായത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹു അല്ലാത്തവർ സൃഷ്ടിച്ചത് എന്തെങ്കിലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അപ്പോൾ ഖാലിഖാകുക എന്നുള്ളതാണ് ഇലാഹാകാനുള്ള ഒന്നാമത്തെ യോഗ്യത. അത് അള്ളാഹു മാത്രമേ ഉള്ളൂ ഖാലിഖ്. അതുകൊണ്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ. അലിഹ എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചു എന്നാണ്. അപ്പോൾ ഒരു പരിഭ്രമിച്ച സമയത്ത് ആ പരിഭ്രമത്തിൽ നിന്ന് രക്ഷ തേടി നമ്മൾ എന്തിലേക്കാണോ തിരിയുന്നത് അതാണ് ഇലാഹ്. അങ്ങനെ നമ്മുടെ സാധാരണ നിലക്കുള്ള സംവിധാനങ്ങൾക്കപ്പുറം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം നമുക്കൊരു പ്രയാസത്തിൽ നിന്ന് രക്ഷ ആഗ്രഹിച്ച് തിരിയാൻ പറ്റുന്ന കേന്ദ്രം അള്ളാഹു മാത്രമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതൊരു ഇലാഹില്ല. ഫഅന്നാ തുഫകൂൻ, അന്ന എങ്ങനെയാണ്, അപ്പോൾ ഫഅന്ന അപ്പോൾ എങ്ങനെയാണ്, തുഫകൂൻ അഫക എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു, അതിൻ്റെ മജ്ഹൂലാണ് ഉഫിക, തെറ്റിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? വസ്തുതകളൊക്കെ അള്ളാഹു പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അള്ളാഹുവാണ് ആകാശം ഭൂമി ഉണ്ടാക്കിയത്, അള്ളാഹുവാണ് മലക്കുകളെ പടച്ചത്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹുവാണ് റഹ്മത്തിൻ്റെ കേന്ദ്രം, അവനാണത് നിയന്ത്രിക്കുന്നതും വിതരണം ചെയ്യുന്നതും. അവൻ ആഗ്രഹിച്ച ഉദ്ദേശിച്ചതിനപ്പുറം ആർക്കും അതിലൊന്നും ഇടപെടാൻ സാധിക്കുകയില്ല. പിന്നെ അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തതെന്ന്. അള്ളാഹുവാണ് ഖാലിഖ്, അവനാണ് റാസിഖ്. ഇതൊക്കെ അറിഞ്ഞിട്ട് അവൻ മാത്രമല്ലേ ഇലാഹുള്ളൂ, പിന്നെ എങ്ങനെ ഞങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്ന് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന പ്രവാചകന്മാരിലൂടെ അള്ളാഹു ജനങ്ങളെ പഠിപ്പിക്കുന്ന, വിളിക്കുന്ന ആ ആശയത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ വേണ്ട വിധം കൊണ്ടുവരാൻ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു മനുഷ്യർക്ക് മുമ്പിൽ കേൾപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹുവിനെ മാത്രമല്ലേ നിങ്ങൾ ആരാധിക്കാവൂ. അത് പറയാനല്ലേ ഈ നബി നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അതാണ് പിന്നെ അടുത്ത ആയത്തിൽ വഇയുകദ്ദിബൂക. എന്നിട്ട് ഇതൊക്കെ ആയിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർ നബിയെ കളവാക്കുന്നു. അപ്പം നബിയോട് അള്ളാഹു പറയാണ് വഇയുകദ്ദിബൂക, അവർ നിന്നെ കളവാക്കുകയാണെങ്കിൽ ഫഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക, നിനക്ക് മുമ്പും എന്തായിട്ടുണ്ട്? റസൂലുമാർ കളവാക്കപ്പെട്ടിട്ട് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് നബിയെ സമാധാനിപ്പിക്കാൻ. ഇങ്ങനെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. എല്ലാ നബിമാരെയും കുറേ ആൾക്കാർ കളവാക്കിയിട്ടുണ്ട്. വൈലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. അപ്പോൾ അതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ, അന്തിമമായ നടപടികളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടാകും. അതുകൊണ്ട് നബി ഏൽപ്പിച്ച പണി ഇത് തബ്ലീഗ് ചെയ്യുക, ബലാഗാണ്, അത് ചെയ്താൽ മതി. അവരുടെ കളവാക്കലോ പിന്നെ പരിഹാസങ്ങളൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആശ്വസിപ്പിക്കുക കൂടി ചെയ്യും. നിർത്താം. ഓതണോ പ്രാവശ്യം? ആരെങ്കിലും ഓതുവോ? സ്വന്തമായിട്ട് ഒന്ന് ഓതി കൊടുക്കാമെങ്കിൽ. أعوذ بالله من الشيطان الرجيم
ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.